ടാസ്കിൻ്റെ കോയിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അനീഷും ഷാനവാസും കൂടെ ഭയങ്കരമായ പൊരിഞ്ഞ വഴക്കായിരുന്നു ലൈവിൽ. അനീഷിന് ഷാനവാസ് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കോയിൻ കൊടുത്തു. അനീഷ് പറയുന്ന മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളായിപ്പോയി നീയാ, എനിക്ക് എന്തുകൊണ്ട് നീ കോയിൻ തന്നില്ല? നിങ്ങൾ മനഃപൂർവ്വം ടീമായിട്ട് തീരുമാനം എടുത്തിട്ടിരിക്കുകയാണ്. പെങ്ങളൂട്ടിയും ആങ്ങളെയും കളിക്കാനാണെങ്കിൽ വീട്ടിൽ പോയിരുന്ന് കളിച്ചാൽ പോരെ. മനഃപൂർവ്വം നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് കോയിൻ തന്നില്ല? എനിക്ക് അത്ര എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്ത എൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ എന്തുകൊണ്ട് കോയിൻ തന്നില്ല? ഷാനവാസ് എത്ര നാളുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സീരിയൽ നടനല്ലേ, നിങ്ങൾക്ക് അഭിനയിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളല്ലേ. ഞാനൊരു സാധാരണക്കാരനല്ലേ, എനിക്കിത് അഭിനയം അറിഞ്ഞൂടാത്ത ഞാൻ ഇത്രമാത്രം എഫേർട്ട് ഇട്ടിത് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് കോയിൻ തരാത്തതെന്ന് ചോദിച്ചിട്ട് അനീഷ് ഭയങ്കര ബഹളം. ആരെല്ലാം പറഞ്ഞണക്കെ അനീഷ് കേൾക്കത്തില്ല. സീറ്റിലിരിക്കാൻ അനീഷ് തയ്യാറല്ല. അനീഷിന് 9 കോയിനും ഷാനവാസിന് 10 കോയിനുമാണ് കിട്ടിയത്. ഇവിടെ പെങ്ങളൂട്ടി കളി നടക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം നൂറയും ആദിലയും ഷാനവാസും ഒറ്റ ടീമാണ്. അവർ ഒരുമിച്ചുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഗ്രൂപ്പ് കളിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അനീഷ് സോഫയിലിരിക്കാൻ തയ്യാറല്ല. അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും സോഫയിലിരിപ്പുണ്ട്. പക്ഷേ അനീഷ് പറയുന്നത് ഞാൻ ഇനി ഇവിടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ പോയി നിൽക്കുകയാണ്. അവസാനം അനിമോൾക്ക് പറയേണ്ടുന്ന അവസരമാണ് വന്നിരിക്കുന്നത്. അനിമോൾ പറയാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അനീഷേട്ടൻ വന്നിരിക്കുന്നത് അനിമോളും ആദിലയും പറയുന്നുണ്ട്. പക്ഷേ അനീഷ് ഷാനവാസിന് കോയിൻ കൊടുത്തിട്ട് എനിക്ക് കോയിൻ തന്നില്ല എന്നുള്ള നിലയിൽ വഴക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് വീണ്ടും സോഫയെ കൊണ്ട് ഇരുത്തുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട്.